തൃശൂരിൽ ചരിത്ര വിജയം നേടിയ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിസഭയിലേക്ക്. നരേന്ദ്രമോദിയുമായി നാളെ ചർച്ച നടത്തും. തകർപ്പൻ ജയത്തിന് ശേഷം തൃശൂരിലെത്തിയ സുരേഷ് ഗോപിയുടെ റോഡ് ഷോ അല്പസമയത്തിനകം തുടങ്ങും. തൃശൂരിൽ നിന്ന് അശ്വിൻ പാലാടി വിവരങ്ങൾ നൽകാനുണ്ട്. അതോടൊപ്പം തന്നെ സൂരജ് സജിയും നമ്മളോടൊപ്പം ചേരുന്നു. തൃശൂരിൽ നിന്ന് സുരേഷ് ഗോപി തൃശൂരിൽ എത്തിയിരിക്കുന്നു. വലിയ സ്വീകരണമാണല്ലോ BJP പ്രവർത്തകർ സുരേഷ് ഗോപിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണെന്ന് സുരേഷ് ഗോപിയുടെ തൃശൂരിലെ പരിപാടികൾ? കേന്ദ്ര മന്ത്രിസഭയിൽ അംഗമാകാൻ സുരേഷ് ഗോപിക്ക് ക്ഷണം കിട്ടിയിരിക്കുന്നു എന്ന വിവരങ്ങൾ വരുന്നുണ്ട്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും സുരേഷ് ഗോപി തൃശ്ശൂരിലേക്ക് എത്തിയിരിക്കുന്നു. കളക്ടറേറ്റിലേക്ക് അല്പം മുമ്പാണ് സുരേഷ് ഗോപി എത്തിയത്. വലിയ ആവേശത്തോടു കൂടി BJP പ്രവർത്തകർ സുരേഷ് ഗോപിയെ സ്വീകരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായത്. കളക്ടറേറ്റിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പ് വിജയം സംബന്ധിച്ച് ഒരു ഡിക്ലറേഷൻ വാങ്ങുന്നതിന് വേണ്ടിയാണ് സുരേഷ് ഗോപി എത്തിയിരിക്കുന്നത്. ജില്ലാ വരണാധികാരി കൂടിയായിട്ടുള്ള ജില്ലാ കളക്ടറിൽ നിന്ന് ആ ഡിക്ലറേഷൻ വാങ്ങിയതിനു ശേഷമായിരിക്കും ഇതിന്റെ റോഡ് ഷോയിലേക്ക് പോവുക. ഈ കളക്ടറേറ്റിൽ നിന്നാണ്, അതായത് 3 മണിയോടുകൂടി തൃശ്ശൂരിലേക്ക് സുരേഷ് ഗോപി എത്തും എന്നുള്ളതാണ് അറിയിച്ചിരുന്നത്. പക്ഷേ വൈകിയത് കൊണ്ട് തന്നെ മറ്റു പരിപാടികളെല്ലാം ഒഴിവാക്കി അല്പസമയത്തിനകം തന്നെ തൃശൂർ ജില്ലാ കളക്ടറേറ്റിൽ നിന്ന് ഈ റോഡ് ഷോ ആരംഭിക്കും എന്നുള്ളതാണ് ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുള്ളത്. ഏകദേശം ഒരു 10 മിനിറ്റ് സമയം മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷേ ഈ കളക്ടറേറ്റ് മുന്നിൽ എത്തിയപ്പോൾ നിരവധി ആളുകൾ ഈ സുരേഷ് ഗോപിയെ കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഈ ജില്ലാ കളക്ടറേറ്റിനകത്തേക്ക് സുരേഷ് ഗോപിക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല. BJPയുടെ ഉന്നത നേതാക്കൾ അടക്കമുള്ളവർ ഈ കളക്ടറേറ്റിന് മുന്നിൽ സ്വീകരണം നൽകിയിരുന്നു. പക്ഷേ അതിനുശേഷം അവിടെ കാത്തുനിന്ന ആളുകളെ മറികടന്ന് ഇപ്പോഴും സുരേഷ് ഗോപിക്ക് കലക്ടറേറ്റിനകത്തേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. പോലീസ് ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ ഒരു വഴിയൊരുക്കാനുള്ള ഒരു ശ്രമം അത് നടത്തുന്നുണ്ട്. അതിനുശേഷം ഈ ജില്ലാ കളക്ടറേറ്റിലെത്തി ഈ സർട്ടിഫിക്കറ്റ് മേടിച്ചതിന് ശേഷം വാങ്ങിയതിനു ശേഷം അല്പസമയത്തിനകം തന്നെ ഈ റോഡ് ഷോ ആരംഭിക്കും. 25,000-ലധികം പ്രവർത്തകർ പങ്കെടുക്കുന്ന റോഡ് ഷോ ആയിരിക്കും തൃശൂർ നഗരത്തിൽ നടക്കുക എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം 7 നിയമസഭാ മണ്ഡലങ്ങളിലും ഈ റോഡ് ഷോ സംഘടിപ്പിക്കുന്നത്. ഏതായാലും വലിയ മുന്നൊരുക്കങ്ങൾ അത് BJP പ്രവർത്തകർ നടത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ റോഡ് ഷോ ആരംഭിക്കും. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകുന്നത്. അല്പസമയത്തിനകം തന്നെ സ്വരാജ് റൗണ്ടിൽ സുരേഷ് ഗോപിക്ക് വമ്പൻ സ്വീകരണം നൽകിക്കൊണ്ടുള്ള റോഡ് ഷോ ആരംഭിക്കും. സുരേഷ് ഗോപിയെ BJP പ്രവർത്തകർ സ്വീകരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ജില്ലാ ഭരണകൂടത്ത് ജില്ലാ കളക്ടറേറ്റിന് മുന്നിൽ നിൽക്കുകയാണ് അദ്ദേഹം. അവിടെ ഇപ്പോൾ ജില്ലാ കളക്ടറേറ്റിലുണ്ട് എന്ന വിവരമാണ് സൂരജ് സജി നൽകുന്നത്. സൂരജ്, ഇന്നിപ്പോൾ ഈ സ്വരാജ് റൗണ്ടിലെ റോഡ് ഷോ എത്ര മണി മുതൽ എത്ര മണി വരെയാണ്? എന്തൊക്കെ സുരക്ഷാ ഒരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത്? വലിയ രീതിയിൽ, അതായത് BJP സംബന്ധിച്ച് ഏറ്റവും വലിയ അഭിമാന പോരാട്ടമാണ് തൃശ്ശൂരിൽ നടന്ന. അഭിമാന പോരാട്ടത്തിനൊടുവിൽ ആദ്യമായി തന്നെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു അക്കൗണ്ട് തുറക്കാനായി എന്നുള്ളതാണ് BJP സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ നേട്ടം. ആ നേട്ടം ആഘോഷിക്കാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് BJP പ്രവർത്തകർ ഉള്ളത്. അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ 25,000-ലധികം പ്രവർത്തകർ പങ്കെടുക്കുന്ന റോഡ് ഷോ, അതാണ് ഇപ്പോൾ ഈ തൃശൂർ നഗരത്തിൽ മാത്രം ആലോചിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ നേരത്തെ മുതൽ, അതായത് 2 മണിയോടുകൂടി തന്നെ നിരവധി പ്രവർത്തകർ ഈ സ്വരാജ് റൗണ്ടിലും അതുപോലെ തന്നെ ഈ ജില്ലാ കളക്ടറേറ്റ് മുന്നിലും എല്ലാം കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. 3 മണിയോടുകൂടി സുരേഷ് ഗോപി തൃശൂരിലേക്ക് എത്തും എന്നുള്ളതായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ സമയക്രമത്തിൽ വലിയ മാറ്റം വന്നിരിക്കുന്നു. അതോടുകൂടി ഇദ്ദേഹത്തിന്റെ വിശ്രമം ഉൾപ്പെടെ ഒഴിവാക്കിക്കൊണ്ട് തന്നെ ഈ ജില്ലാ കളക്ടറേറ്റ് മുന്നിൽ നിന്ന് തന്നെ ഈ റോഡ് ഷോ ആരംഭിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടുന്ന് വാഹനങ്ങൾ സമ്പത്തിയോടുകൂടി സ്വരാജ് റൗണ്ടിലേക്ക് എത്തും. അതിനുശേഷമായിരിക്കും അവിടെ നിന്ന് കാൽനടയായിക്കൊണ്ട് ഒരു റോഡ് ഷോയിലേക്ക് കടക്കുക. എന്തായാലും 25,000-ലധികം പ്രവർത്തകർ പങ്കെടുക്കും. ഈ തെരഞ്ഞെടുപ്പ് വിജയം സംബന്ധിച്ച ഒരു ഡിക്ലറേഷൻ അത് വരണാധികാരി കൂടിയായിട്ടുള്ള ജില്ലാ കളക്ടറിൽ നിന്ന് വാങ്ങുന്നതിന് വേണ്ടി നിലവിൽ സുരേഷ് ഗോപി ഇപ്പോൾ ജില്ലാ കളക്ടറേറ്റിനകത്തേക്ക് കയറിയിരിക്കുകയാണ്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം. കളക്ടറേറ്റ് ചേംബറിലേക്ക് സുരേഷ് ഗോപി കടന്നു വരുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്.